ഹരേ കൃഷ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഭക്തജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഭക്തിയുടെ അമൃതവർഷം ചൊരിഞ്ഞുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ്റെ കളഭാലങ്കാരം എന്ന് പറയുന്നത് ഹൃദ്യവും നയനമനോഹരവുമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇന്നത്തെ അലങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഒരു 1.5-2 വയസ്സുള്ള ഉണ്ണിവാവയായിട്ടാണ് പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കുന്നത്. തൻ്റെ അച്ഛനായ നന്ദഗോപരെ പോലെ ഒരു വലിയ ആളാവാൻ ആഗ്രഹിക്കുന്ന ഒരു കൗതുക ഭാവമാണ് ഉണ്ണിക്കിന്ന് ഉള്ളത്. ഈ അലങ്കാരം നമുക്ക് കാണിച്ചു തരുന്നത് ഭഗവാന്റെ പരമമായ വാത്സല്യഭാവമാണ്. പ്രപഞ്ചനാഥനായ പരബ്രഹ്മം ഭക്തൻ്റെ സ്നേഹത്തിന് മുന്നിൽ വെറുമൊരു സാധാരണ കുഞ്ഞായി മാറി കുട്ടിത്തം കാണിക്കുന്ന അവസ്ഥയാണ് ഇന്നത്തെ അലങ്കാരം. അഹങ്കാരമെല്ലാം വെടിഞ്ഞ് ഭഗവാനെ ഒരു കുഞ്ഞായി കണ്ട് ഉപാസിക്കുന്നവർക്ക് ഈ രൂപം പരമാനന്ദം നൽകുന്നതാണ്. യശോദമ്മ തൻ്റെ കുഞ്ഞിനെ വലിയ ആളാക്കാൻ വേണ്ടിയിട്ട് വെളുത്ത പട്ടുമുണ്ടും പാവുമുണ്ടും ഉടുപ്പിച്ചിരിക്കുന്നു. അതിനു മുകളിലായിട്ട് ചുവന്ന തുണി കൊണ്ട് പട്ടുതുണി കൊണ്ട് തന്നെ മനോഹരമായിട്ട് അരക്കെട്ട് കെട്ടിയിട്ടുണ്ട്. വസ്ത്രങ്ങൾക്കിടയിലൂടെ ഭഗവാന്റെ കളഭമണിഞ്ഞ തിരുമേനി കാണുന്നുണ്ട്. നല്ല മനോഹരമായിട്ട് ഭഗവാന്റെ തിരുമേനി കളഭത്തിൽ പൊതിഞ്ഞിട്ടുള്ള തിരുമേനി കാണുന്നുണ്ട്. ഭഗവാന്റെ കുഞ്ഞു പാദങ്ങളിൽ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. സ്വർണം കൊണ്ടാണ് പൊൻതളകൾ. അതിങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. കഴുത്തിൽ തിളങ്ങുന്ന മാങ്ങാമാലയുണ്ട്. വലിയ ഒരു പതക്കമുണ്ട്. പിന്നെ വളയം പോലുള്ള മാല കഴുത്തിനോട് ചേർന്ന് കിടക്കുന്നുണ്ട്. കൈകളിൽ കൈവളകളും തോൾവളകളും ചാർത്തിയിട്ടുണ്ട്. ഭഗവാന്റെ ആ വെളുത്ത വസ്ത്രം എന്ന് പറയുന്നത് ശുദ്ധമായ സത്വഗുണത്തെയും ചുവന്ന അരക്കെട്ട് എന്ന് പറയുന്നത് ഭക്ത സംരക്ഷണത്തിനായിട്ടുള്ള ഭഗവാന്റെ കർമ്മോത്സുകതയെയുമാണ് കാണിക്കുന്നത്. നെറ്റിയിൽ തിളങ്ങുന്ന സ്വർണ്ണഗോപിയും കാതുകളിൽ മനോഹരായ ചെവിപ്പൂക്കളും ചാർത്തി അലങ്കരിച്ചിരിക്കുന്നു. ആ വലിയ ആളായി നിൽക്കുന്ന ആ ഭാവം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു സന്തോഷം, കുട്ടിത്തത്തിൽ വലിയ ആളായി നിൽക്കുന്ന ആ സന്തോഷം ഭഗവാന്റെ തിരുമുഖത്ത് ആ മന്ദഹാസത്തിലൂടെ നമുക്ക് വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും. ഭഗവാൻ ഇടത് കൈയിൽ ഓടക്കുഴലും വലത് കൈയിൽ ഭക്തഹൃദയങ്ങളുടെ പ്രതീകമായിട്ടുള്ള മനോഹരായ താമരപ്പൂവാണ് പിടിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ശിരസിൽ സ്വർണ്ണ കിരീടം ചാർത്തിയിട്ടുണ്ട്. ആ കിരീടത്തിന് മുകളിലായിട്ട് തിരുമുടി മാലകൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. 2 തിരുമുടി മാലകളാണ് അണിയിച്ചിട്ടുള്ളത്. ഒന്ന് വെളുത്ത നന്ദ്യാർവട്ട പൂക്കൾ കൊണ്ടുള്ളതും രണ്ടാമത്തേത് ചുവന്ന തെച്ചുപൂക്കളും തുളസിയും കൂടി ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു മാലയുമാണ്. പിന്നെ ഭഗവാന്റെ കഴുത്തിൽ നോക്കി നോക്കൂ, 2 വലിയ ഉണ്ടമാലകളാണ് ഭഗവാന് ചാർത്തിയിട്ടുള്ളത്. അതിലൊന്ന് പൂർണ്ണമായും താമരപ്പൂക്കൾ മാത്രം ചേർത്ത് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു ഉണ്ടമാലയാണ്. മറ്റേത് വെളുത്ത പൂക്കളും തുളസിയും കൂടി ഇടകലർത്തി കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഉണ്ടമാലയാണ്. അങ്ങനെ 2 ഉണ്ടമാലകളാണ് ഭഗവാന്റെ കഴുത്തിന് ചാർത്തിയിട്ടുള്ളത്. ഇനി വിധാനായിട്ട് ചാർത്തിയിട്ടുള്ളത് നോക്കി നോക്കൂ. ഭഗവാന്റെ തിരുമുടിക്ക് മുകളിലായിട്ട് വിധാനായിട്ട് 5ഓളം വലിയ ഉണ്ടമാലകളാണ് ചാർത്തിയിട്ടുള്ളത്. ഇതിൽ കണ്ണന് പ്രിയപ്പെട്ട തുളസിമാലകളും തെച്ചിമാലകളും നന്ദ്യാർവട്ട പൂമാലകളും എല്ലാം ഉണ്ട്. ഭഗവാന്റെ തൃപ്പാദത്തിൽ തുളസിപ്പൂക്കൾ അർച്ചനയായിട്ട് ഇങ്ങനെ സമർപ്പിച്ചിട്ടുമുണ്ട്. ഭഗവാന്റെ മന്ത്രജപത്തോടെ ആ സുന്ദര രൂപത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് പ്രതിഷ്ഠിക്കാം. അച്ഛൻ്റെ വേഷം ഇട്ട് നിൽക്കുന്ന ആ കുഞ്ഞു ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സർവവും സമർപ്പിച്ച് നമുക്ക് നമസ്കരിക്കാം. എല്ലാവർക്കും ഒരുമിച്ച് ഭഗവാന്റെ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.